കാണാത്ത കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത കാറൊന്നുമല്ല. അത് പറയുന്നത് അദൃശ്യ ലോകത്തെക്കുറിച്ചാണ്. ദൈവത്തിൻ്റെ ലോകത്തെക്കുറിച്ചാണ്. ദൈവികതയെക്കുറിച്ച്. ഹല്ലേലൂയ. നമ്മുടെ പ്രശ്നം ഈ വിശ്വാസത്തിൻ്റെ പ്രശ്നം പറയുമ്പോഴത്തേക്ക് നമ്മുടെ ആളുകൾ വിശ്വാസത്തിൻ്റെ പ്രവാചകന്മാരെല്ലാം വന്ന് വിശ്വസിക്കുക, നീ വിശ്വസിക്കുക എന്ന് 16 പ്രാവശ്യം പറയുമ്പോഴത്തേക്ക് നമ്മുടെ എന്താ വിശ്വാസം എന്ന് പറയുന്നത് ഇങ്ങനെ നമുക്കിങ്ങനെ എന്തുവാ എങ്ങാണ്ടൊന്ന് കൊണ്ട് അടുക്കി വെക്കാൻ പറ്റുന്നതാണ് എന്നുള്ളതാണ്. അല്ല, അങ്ങനെ ഒരു സാധനമല്ല. കടയിൽ വാങ്ങിക്കാനുള്ള സാധനമല്ല വിശ്വാസം. വിശ്വാസം എന്ന് പറയുന്നത് ആരെങ്കിലും കൊണ്ട് ഇട്ടു തരാൻ പറ്റുന്നതല്ല. നമ്മൾ പരിശ്രമിച്ചുണ്ടാക്കുന്ന ഒരു കാര്യവുമല്ല. അതല്ല വിശ്വാസം എന്ന് പറയുന്നത്. നമ്മളുടെ വിശ്വാസം എന്ന് പുറം ലോകം പറയും. നമ്മൾ മനസ്സിലാക്കി, ഞാൻ പറഞ്ഞല്ലോ, ലോകത്തിൻ്റെ മുമ്പിൽ ശ്രേഷ്ഠമായെന്ന് പറയുന്നത് ഇതുപോലെയുള്ള കാര്യങ്ങളാണ്. നമ്മുടെ സെൽഫിനെ പ്രൊമോട്ട് ചെയ്യുന്നതാണ്. ഇവിടുത്തെ സകല യോഗിക് ചിന്തകളും, ട്രാൻസെൻഡൻ്റൽ മെഡിറ്റേഷൻ, അല്ലെങ്കിൽ ആർട്ട് ഓഫ് ലിവിങ്, എവ്രിബഡി കംസ്. എന്താ നിങ്ങളോട് പറയുന്നതെന്ന് അറിയാമോ? നിങ്ങളെ തന്നെ എന്ത് ചെയ്യുക, സെൽഫിനെ നിങ്ങൾ ബൂസ്റ്റ് ചെയ്യാനാണ് പറയുന്നത്. കാര്യം നിങ്ങളിൽ തന്നെ ശക്തി ഉള്ളടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളെ തന്നെ, അതാണ് അവരുടെ വിശ്വാസം. വന്ന് നമ്മുടെ വിശ്വാസം അത് തന്നെയാണ്. നമ്മളിൽ അഹങ്കാരം വർദ്ധിപ്പിക്കാനായിട്ട് നമ്മുടെ ബ്രദറെ, ഞാനത് കണ്ണുമടച്ച് വിശ്വസിച്ചു, ദൈവം എനിക്ക് തന്നു, ബ്രദർ വിശ്വസിക്കും ബ്രദറെ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എന്താ പറ്റുന്നതെന്നറിയാമോ? നമ്മളുടെ വിശ്വാസം തന്നെ, അല്ലെങ്കിൽ ഇതൊരു ഒരു ഒരു ഹ്യൂമൻ ഫെയ്ത്താണ്. ചിലപ്പോൾ ആളുകൾ പറയുമല്ലോ, വിശ്വസിക്കുന്നവരിൽ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നവർ സൗഖ്യമാകുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സയൻറ്റിഫിക് ഇതുണ്ടല്ലോ, പ്രാർത്ഥിക്കുന്നവരിൽ പെട്ടെന്ന് സൗഖ്യം കിട്ടുന്നതൊക്കെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥിച്ച് സൗഖ്യം കിട്ടുന്ന കാര്യമല്ല പറയുന്നത്. ദോസ് ഹു ഹാവ് കോൺഫിഡൻസ് ഇൻ ദംസെൽസ്. നമ്മൾ പറയുന്നത് ഒരു ഫെയ്ത്ത് ഉണ്ടെങ്കിൽ നിന്റെ ആ ഫെയ്ത്തിന് പ്രത്യേകിച്ച് കർത്താവിന് വിശ്വസിക്കണമെന്നൊന്നുമില്ല. അതിപ്പോൾ അവനിൽ തന്നെ വിശ്വസിക്കുന്ന വിശ്വാസമാണ് ഈ പറയുന്നത്, അവനിലുള്ള ഫെയ്ത്ത്. ആ ഫെയ്ത്ത് അല്ല ബിബ്ലിക്കൽ ഫെയ്ത്ത്. വേദപുസ്തകത്തിലെ വിശ്വാസം എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? ബേസിക്കലി അത് ആശ്രയമാണ്. ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നതാണ് വേദപുസ്തകത്തിലെ വിശ്വാസം, എന്നിൽ ആശ്രയിക്കുന്നതല്ല. എന്നിലുള്ള ആശ്രയം നഷ്ടപ്പെടുമ്പോൾ മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ദൈവത്തിൽ ആശ്രയിക്കാൻ പറ്റത്തുള്ളൂ. ഞാനിപ്പോൾ ഒരാളോട് ബാങ്കിൽ നിന്ന് 1,00,000 രൂപ കടം കൊടുത്തു, അതിന് ജപ്തി നോട്ടീസ് വന്ന് കിടക്കുകയാണെന്ന് വെച്ചു. ജപ്തി നോട്ടീസ് വന്ന് കിടക്കുമ്പോൾ ഞാൻ പലയിടത്തും പറഞ്ഞ ഉദാഹരണമാണ്. ഞാൻ പെട്ടെന്ന് തന്നെ ബോയ് പാസ്വേഡ് എടുത്ത് ചെല്ലുകയാണ്. ബോയ് പാസ്വേഡ് ഞാൻ കരഞ്ഞു പറയാം, പാസ്വേഡ് എന്നെ രക്ഷിക്കണം, 1,00,000 രൂപയുടെ ജപ്തി നോട്ടീസ് വന്നിരിക്കുക പാസ്വേഡ്, ഞാൻ എന്തോ ചെയ്യും, എനിക്ക് 3 പെൺപിള്ളേരാണെന്ന് പാസ്വേഡ് അറിയാമല്ലോ, വീട് നാളെ ഇറങ്ങി കൊടുക്കണം, തിങ്കളാഴ്ച പൈസ അടച്ചില്ലെങ്കിൽ പുറത്ത്, അതുകൊണ്ട് എന്നെ രക്ഷിച്ചാലേ പറ്റുള്ളൂ, എന്നാലേ ഞാൻ ഇവിടുന്ന് പോകത്തുള്ളൂ എന്ന് ഞാൻ പാസ്വേഡ് കാലം കെട്ടിപ്പിടിച്ച് കിടന്നാൽ അതിൻ്റെ അർത്ഥം എന്നറിയാമോ? എനിക്ക് വേറെ ഒരിടത്തൊന്നും വരുമാനമില്ലെന്നാണ്. ചിലപ്പോൾ ഞാൻ ചിലത് അറിയാമോ? പാസ്റ്ററേ, ബാങ്കിൽ നിന്നൊരു കടലാസ് വന്ന് കിടപ്പുണ്ട്, തിങ്കളാഴ്ച ജപ്തിയാണെന്നാ, 1,00,000 രൂപ വാങ്ങിച്ചതാ, ഇപ്പോൾ 1,50,000 രൂപ ആയി, ഉണ്ടാവോ പാസ്റ്റർ ഒന്ന് മറിക്കാൻ എന്നാണ് ഞാൻ ചോദിക്കുന്നതിന് അതിൻ്റെ അർത്ഥം. എനിക്കിത് വലിയ അത്യാവശ്യമൊന്നുമില്ലെന്ന്. കാര്യം എന്നറിയാമോ? എൻ്റെ ഒരു 10 ലക്ഷത്തിൻ്റെ FD കിടപ്പുണ്ട്. എനിക്ക് വേണമെങ്കിൽ അതിനകത്തുനിന്ന് ലോണ് എടുക്കാം. പിന്നെ ലോൺ എടുത്തു കഴിഞ്ഞാൽ കുറച്ച് ഇൻട്രസ്റ്റ് ഒക്കെ നഷ്ടമാകും. അത് വേണ്ട, പാസ്വേഡിലുണ്ടെങ്കിൽ എന്നാൽ പിന്നെ അതങ്ങ് നടക്കട്ടെ, പിന്നെ പാസ്വേഡ് തിരിച്ചു കൊടുക്കാം, കളിപ്പിക്കാനൊന്നുമല്ല. ഇവിടെ പ്രശ്നം എന്താണെന്നറിയാമോ? ഈ രണ്ടാമത് പറഞ്ഞ ഈ കാര്യത്തിൽ ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഞാൻ പാസ്വേഡിൽ എൻ്റെ പൂർണ്ണ ആശ്രയം ആവശ്യപ്പെടുന്നില്ല. കാര്യം എനിക്ക് ആശ്രയിക്കാൻ ഓൾറെഡി എൻ്റെ കയ്യിൽ ഉണ്ട്. പിന്നെ നടക്കട്ടെ. നമ്മളീ പലർക്കും ദൈവത്തിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് ഇതുപോലെയാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രാർത്ഥിച്ച് നോക്കാം, പ്രാർത്ഥിച്ചങ്ങ് സൗഖ്യമാകുകയാണെങ്കിൽ പിന്നെ വെറുതെ പൈസയും മുടക്കണ്ടല്ലോ, ഇല്ലേ? അത് പറ്റിയില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കൃഷ്ണനായരെ കാണിക്കാം, ഇല്ലേ? അല്ലെങ്കിൽ പ്രാർത്ഥിച്ച് കാര്യം നടക്കുകയാണെങ്കിൽ ശരിയാകട്ടെ. അവിടെ എന്താണെന്നറിയാമോ? നമ്മിലുള്ള ആശ്രയം പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടിട്ടില്ല. എന്നാൽ വേദപുസ്തകത്തിൻ്റെ ഫെയ്ത്ത് നമ്മളിലുള്ള ആശ്രയം പൂർണ്ണമായി നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്നതാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 5 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അപ്പോസ്തലന്മാർ കർത്താവിനോട് ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ച് തരണം എന്ന് പറഞ്ഞു. അതിന് കർത്താവ് പറഞ്ഞത്, നിങ്ങൾക്ക് കടുകോണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ ഈ കാട്ടത്തിയോടെ വേറെ പറഞ്ഞു കടലിൽ പോകുകയെന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും. നിങ്ങൾ ആർക്കെങ്കിലും ഒഴുകയോ മേയ്ക്കുകയോ ചെയ്യുന്ന ഒരു ദാസൻ ഉണ്ടെന്നിരിക്കട്ടെ, അവൻ വയലിൽ നിന്ന് വരുമ്പോൾ നീ ക്ഷണത്തിൽ വന്ന് ഊണിരിക്കുക എന്നുള്ളത് പറയുമോ? അല്ല, എനിക്ക് അത്താഴം ഒരുക്കുക, ഞാൻ തിന്ന് കുടിച്ച് തീരുവോളം അരകെട്ടി എനിക്ക് ശുശ്രൂഷ ചെയ്യുക, പിന്നെ വന്ന് നീയും തിന്ന് കുടിച്ചോളൂ എന്ന് പറയുകയില്ലയോ? തന്നോട് കൽപ്പിച്ചത് ദാസൻ ചെയ്തതുകൊണ്ട് അവന് നന്ദി പറയുമോ? അവണ്ണം നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും ചെയ്ത ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാർ ചെയ്യേണ്ടത് ചെയ്തിട്ടുള്ളൂ എന്ന് നിങ്ങളും പറവിൻ. അങ്ങനെ പറഞ്ഞാൽ എന്താ ഗുണമുണ്ടാവും? ബ്രദറെ, അങ്ങനെ പറയണം. കാര്യം നമ്മൾ താഴ്മയുള്ളവരായിരിക്കണമല്ലോ. വേദോസം പറയുന്നത് നമ്മൾ നല്ല താഴ്മയുള്ളവരായിരിക്കണമെന്നാണ്. പക്ഷേ താഴ്മയുള്ളവരാകാൻ വേണ്ടി പറയുന്ന ഉപമയല്ല അത്. എപ്പോഴാണ് ഉപമ പറയുന്നത്? അപ്പോസ്തലന്മാർ വന്ന് കർത്താവെ ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ എന്ന് പറയുമ്പോഴാണ്. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഇങ്ങനെ പറഞ്ഞാൽ, അഥവാ ഈ ദാസനെ സംബന്ധിച്ചിടത്തോളം അവൻ എന്ത് ചെയ്യുന്നില്ല, അവൻ ചെയ്ത ഒരു കാര്യവും പറഞ്ഞുകൊണ്ട് യജമാൻ്റെ അടുത്ത് ചെല്ലുന്നില്ല. അവൻ പറയുന്നത്, ഞാൻ പ്രയോജനമില്ലാത്ത ദാസൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്തതൊന്നും എൻ്റെ യജമാനൻ്റെ ദാസനായിരിക്കാനുള്ള എൻ്റെ യോഗ്യതയ്ക്ക് നിദാനം അല്ല.
അവൻ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ആശ്രയിച്ചായിരുന്നെങ്കിൽ അവൻ്റെ ആശ്രയം കുറവായിരുന്നേനെ. എന്നാൽ കർത്താവ് പറയുന്നത്, നീ ചെയ്യാനുള്ളതെല്ലാം ചെയ്തിട്ട് ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാർ, ദൈവത്തിൻ്റെ മഹാകരുണ കൊണ്ട് മാത്രമാണ് ഞങ്ങൾ അവൻ്റെ ദാസന്മാരെങ്കിലും ആയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അവനിൽ എന്തില്ല? ആശ്രയം ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ബിബ്ലിക്കൽ ഫെയ്ത്തിൻ്റെ അടിസ്ഥാന ഘടകം നമ്മിലുള്ള ആശ്രയം നഷ്ടപ്പെടുന്നതാണ്, നമ്മിലുള്ള കോൺഫിഡൻസ് നഷ്ടപ്പെടുന്നതാണ്, നമ്മിലുള്ള റിലയൻസ് നഷ്ടപ്പെടുന്നതാണ്. സെൽഫ് റിലയൻസ് സൂക്ഷിക്കുന്ന ഒരു വ്യക്തി ദൈവാശ്രയമുള്ള വ്യക്തിയല്ല. പക്ഷേ ഇന്നത്തെ ഫെയ്ത്ത് പ്രവാചകന്മാരെല്ലാം വന്ന് സെൽഫ് റിലയൻസ് ആണ് പൊക്കി പറയുന്നത്. അതേ പറഞ്ഞ അടിസ്ഥാനപരമായി ഉണ്ടാകുന്ന വലിയൊരു പാളിച്ചയാണത്. വി ആർ നോട്ട് ഡിപ്പെൻഡിങ് അപ്പോൺ അവർ സെൽസ്. നമ്മുടെ ഫെയ്ത്തിൽ പോലും ഫെയ്ത്ത് ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ ഫെയ്ത്തിൽ പോലും എന്തുണ്ടാകാൻ പാടില്ല? ഫെയ്ത്ത് ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ പ്രാർത്ഥനയിൽ ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ ഉപവാസത്തിലും ഉണ്ടാകാൻ പാടില്ല. ഫെയ്ത്ത് ആരിലേ ഉണ്ടാകാവൂ? ദൈവത്തിന് മാത്രം. കർത്താവ് കഴിഞ്ഞ 21 വെള്ളിയാഴ്ച ഉപവാസം എടുക്കുവാൻ തക്കവണ്ണം എനിക്ക് കഴിഞ്ഞല്ലോ കർത്താവ്. കഴിഞ്ഞ 21 വെള്ളിയാഴ്ച ഭക്ഷണം വെടിഞ്ഞ് നിന്റെ സന്നിധിയിൽ ഇരുന്നത് കൊണ്ട് കർത്താവിന് ഈ കാര്യം സാധിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെയ്ത്ത് അല്ല. കാര്യം നിന്റെ ഉപവാസത്തിലാണ് നിന്റെ ഫെയ്ത്ത്. കർത്താവ് നിന്റെ കരുണ തോന്നിയിട്ട് എന്നെ സഹായിക്കണേ എന്ന് പറയുന്നതാണ് ഫെയ്ത്ത്. കരുണയിലുള്ള പൂർണ്ണമായ ആശ്രയമാണ് എന്ത്? വിശ്വാസം. മറ്റൊന്നും വിശ്വാസമല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇന്ന് പഠിപ്പിക്കുന്ന ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ വേദപുസ്തകത്തിൻ്റെ ഫെയ്ത്ത് അല്ല, മാനുഷികമായ ഫെയ്ത്താണ്. ഹ്യൂമൻ ഫെയ്ത്ത്, നമ്മളിൽ തന്നെയുള്ള വിശ്വാസം. ഓക്കെ, ഞാൻ പറഞ്ഞത് വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ആർക്കും കഴിയുകയില്ല. എബ്രായ ലേഖനം 11-6 വാക്യത്തിൽ പറയുകയാണ്. കാര്യം ഇവിടെ എന്താണ് അതിൻ്റെ രണ്ടാമത്തെ വാക്യം വായിക്കുമ്പോൾ, രണ്ടാമത്തെ വാക്യം ഒന്ന് വായിക്കാം. അതിനാലല്ല പൂർവന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത്. ഫോർ ബൈ ഇറ്റ് മെൻ ഓഫ് ഓൾ റിസീവ് ഡിവൈൻ അപ്രൂവൽ. ഇതിനാലാണ് പൂർവന്മാരെ ദൈവം അപ്രൂവ് ചെയ്തതെന്ന്. ഏതിനാൽ? അടുത്ത വാക്യം കൂടെ വായിക്കാം. നമ്മളെങ്ങനെ അറിയുന്നു എന്ത് വിശ്വാസമാണ്? എങ്ങനെയാണത്? അവിടെയാണ് വിശ്വാസം എന്നതോ കാണാത്ത കാര്യങ്ങളുടെ ഉറപ്പെന്ന് പറയുന്നത്. നിങ്ങൾ ആരെങ്കിലും ഭൂമി സൃഷ്ടിച്ചപ്പോഴുണ്ടായിരുന്നോ? ഇല്ല. വി നെവർ ബീൻ ദെയർ, നോബഡി. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം എഴുതിയത് ആരാണെങ്കിലും, അത് മോശയോ ആരും ആയിക്കോട്ടെ, ആരാണെങ്കിലും അത് എഴുതിയ ആൾ എന്തുകൊണ്ട് അത് എഴുതാൻ പറ്റി? ഇൻ ദ ബിഗിനിങ് ഗാഡ് ക്രിയേറ്റഡ് ഹെവൻസ് ആൻഡ് എർത്ത് എന്ന് അയാൾ എഴുതിയത് എന്തുകൊണ്ടാണ്? ബിക്കോസ് ഹി എൻറ്റേർഡ് ഇൻ ടു ദാറ്റ് വേൾഡ്. അവൻ ആ ലോകത്തിലേക്ക് പ്രവേശിച്ചതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ? അതാണ് അദൃശ്യ ലോകത്തിലേക്ക് പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ. കൺഫ്യൂസിങ് ആയോ? യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ സേ? എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ലോകത്തിലേക്ക് പ്രവേശിക്കുന്നതാണ്. വെറുതെ എഴുതിയതല്ല, ആയിരിക്കുമെന്നല്ല എഴുതിയിരിക്കുന്നത്. ഇൻ ദി ബിഗിനിങ് God created heavens and earth. How could he write that? Because faith is the assurance of things that has not seen. കാണാത്ത കാര്യങ്ങളുടെ ഉറപ്പാണ്, ഒരു ഫൈൻഡിങ് അല്ല. നമുക്കൊക്കെ ഒരു ഫൈൻഡിങ് ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ആളുകളുടെ അടുത്ത് പിന്നെയും ആളുകളെ പോയി വരുത്താൻ ഒരു ഏത് കാര്യത്തിനും ഒരു കാരണമുണ്ട് എന്നൊക്കെ പ്രസംഗകൻ പറയുന്നത്. ഒരു വാച്ച് ഉണ്ടാക്കിയെങ്കിൽ ഒരു വാച്ച് മേക്കർ ഉണ്ട്, അതുപോലെ ഈ ഭൂമി ഉണ്ടാക്കിയെങ്കിൽ അതിനൊരു മേക്കർ ഉണ്ട് എന്നൊക്കെ പറയുന്നത് നമ്മൾ എന്താണെന്ന് അറിയാമോ? ഇൻ്റലിജൻസ് ഉപയോഗിച്ച് മനുഷ്യനെ ഇത് വിശ്വസിപ്പിക്കാൻ നോക്കുന്നതുകൊണ്ടാണ്. അത് ഫെയ്ത്ത് ഒന്നുമല്ല, അത് നിഗമനമാണ്. അത് പറയരുതെന്നൊന്നും ഞാൻ പറയുന്നത് കളിയാക്കി പറഞ്ഞൊന്നുമല്ല, ഞാനത് കാര്യങ്ങൾക്ക് വേണ്ടി പറഞ്ഞതാണ്. പക്ഷേ എന്താണ് ഫെയ്ത്ത്? ഫെയ്ത്ത് എന്ന് പറയുന്നത് അഷ്വറൻസ് ആണ്, നിഗമനമല്ല, കൺവിക്ഷനാണ്. RSV പറയുന്ന വാക്കതാണ്. Now faith is the assurance of things that happened, for the conviction of things not seen. Conviction, assurance. അതുണ്ടാകണമെങ്കിൽ ആ ലോകത്ത് പ്രവേശിച്ചേലേ പറ്റൂ. അതാണ് ഫെയ്ത്ത്. എന്നിട്ട് എബ്രായ ലേഖനകാരൻ പറയുകയാണ്, ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ഇന്നും അതേ മാർഗമുള്ളെന്ന്. എന്ത്? ദൈവത്തിൻ്റെ ലോകത്തിലേക്ക് നീ പ്രവേശിക്കണം. ഈ ഭൂമിയുടെ ചിന്തകളിൽ നിന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചത്ത് സ്വർഗത്തിൽ പോകുന്ന കാര്യമല്ല പറയുന്നത്. When you live in this world, you are sitting in the presence of the Lord and God speaks to you and you are entering into the other world. ഇവിടെ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരുന്ന് ദൈവത്തിൻ്റെ ആഴങ്ങളെ, കൊരിന്ത്യലേഖനം 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം വായിക്കുമ്പോൾ, the searcheth everything, even the innermost depths of God. ആത്മാവ് സകലത്തെയും ദൈവത്തിൻ്റെ ആഴങ്ങളെയും ആരായുന്നു. യു അണ്ടർസ്റ്റാൻഡ്? ഞാനിത് പറയുമ്പോൾ നമ്മളിങ്ങനെ വരുന്നതിൻ്റെ കാര്യം എന്നറിയാമോ? നമുക്ക് ആത്മീയത എന്ന് പറയുന്നത് മറ്റൊരു റിലീജിയസ് ആസ്പെക്റ്റ് പോലെ, ഒരു റിലീജിയൻ പോലെ വന്ന് പാട്ടും പാടി വീട്ടിൽ പോകുന്നത് കൊണ്ടാണ്. അതൊന്നുമല്ല ക്രിസ്ത്യാനിത്വം. ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത് ഒരു സൂപ്പർ നാച്ചുറൽ റിലീജിയനാണ്. അതുകൊണ്ട് മനസ്സിലാക്കണം, ഇവിടെ ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, ആ ദൈവം നമ്മളോട് സംസാരിക്കുന്നു. ആ ദൈവം നമ്മളെ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ അവൻ്റെ ലോകത്തിലേക്ക് കയറ്റി തറത്തിക്കൊണ്ടു പോകുന്നു. അവൻ്റെ ആഴങ്ങളെ ആരായാൻ കഴിയത്തക്ക രീതിയിൽ പോളോട് പറയുന്നത്, ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല.
പക്ഷേ ഇപ്പോഴങ്ങനെ അല്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ അവിടെ കൊണ്ട് നിർത്തും. അത് നമ്മൾ പലപ്പോഴും പറയുന്നത് ഒരു പുതിയ കാറ് ദൈവം തരുമ്പോഴാണ്, ഓ ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. എൻ്റെ ബ്രദറെ, ഇതൊക്കെ എത്രയോ പേരുടെ മനസ്സിൽ തോന്നി. ഇല്ലേ പിന്നെ ആ എഞ്ചിനീയറൊക്കെ ഇത് ഉണ്ടാക്കിയത് ഇല്ലേ? നിനക്ക് ദൈവം തന്ന കാറ് ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു വിട്ട് തോന്നി പറയുന്നത്. അത് പലരുടെ ഹൃദയത്തിൽ തോന്നില്ലല്ലോ, എഞ്ചിനീയറുടെ ഹൃദയത്തിൽ തോന്നില്ല. ഇത് നേരത്തെ ഫാക്ടറികളും കണ്ടില്ലേ? ആരെ കാണാത്തത്? അവിടെ പറയുന്നത് അതൊന്നുമല്ല. തേജസ്സിൻ്റെ കർത്താവും ഒരുമിച്ചുള്ള സഹവാസത്തെക്കുറിച്ച് അവിടെ പറയുന്നത്. ആ വാക്യം വായിച്ചു നോക്കണം. ഓരോ ഒന്നാമത്തെയായും ഇങ്ങനെ രണ്ടാമത്തെ ഓരോ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോഴത്തറിയാം തേജസ്സിൻ്റെ കർത്താവ് ദൈവമായിട്ടുള്ള സംസർഗത്തെക്കുറിച്ചാണ് പറയുന്നത്. എന്നിട്ടാണ് പറയുന്നത്, നമുക്കോ ദൈവം തൻ്റെ ആത്മാവിനാൽ അത് വെളിപ്പെടുത്തിയിരിക്കുന്നു. വെളിപ്പെടുത്തിയിരിക്കുന്നു. കാര്യം ഇറ്റ് ഈസ് നോ മോർ എ മിസ്റ്ററി. ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് ഒരു മിസ്റ്ററി അല്ല. എന്താണെന്ന് അറിയാമോ? ദൈവിക സഹവാസം. അതിനുവേണ്ടി യേശു കർത്താവിനെ, തേജസ്സിൻ്റെ കർത്താവിനെ എന്നുകൊണ്ട് യുഗങ്ങൾക്ക് മുമ്പേ അവൻ ഒരുക്കിയിരുന്നു എന്നുള്ള സത്യം ലോകത്തിലുള്ള ബുദ്ധിമാന്മാർക്ക് മനസ്സിലായില്ല. അവരറിഞ്ഞിരുന്നുവെങ്കിൽ യേശുവാണ് മനുഷ്യന് തേജസ് മടക്കി കൊടുക്കുന്നതെന്നുള്ളത് ലോകത്തിൻ്റെ പ്രഭുക്കന്മാർ അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ തേജസ്സിൻ്റെ കർത്താവിനെ ക്രൂശിച്ചില്ലായിരുന്നു, അവർക്കറിയത്തില്ലായിരുന്നു. പക്ഷേ ഇതാണ് മാർഗം. എന്ത്? വെൻ യു ആർ സിറ്റിംഗ് ഇൻ ദ പ്രസൻസ് ഓഫ് ഗാഡ്, ജീസസ് ദ സ്പിരിറ്റ് ഓഫ് ഗാഡ് വിൽ ഹെൽപ്പ് യു ടു സീ ദ തിങ്സ് അൺസീൻ. അതാണ് ഫെയ്ത്ത്. ഫെയ്ത്ത് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. ദൈവം തൻ്റെ ആത്മാവിനാൽ അത് നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. മനുഷ്യനുള്ളത് മനുഷ്യാത്മാവല്ലാതെ ആരും തിരിച്ചറിയുന്നില്ല. ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ ആരും തിരിച്ചറിയുന്നില്ല. ദാറ്റ് ഈസ് നോർമൽ. പക്ഷേ നമ്മൾ നോർമൽ ആൾക്കാരല്ല. നാമോ ദൈവത്തിൻ്റെ മനസ്സുള്ളവർ ആകുന്നു. അതുകൊണ്ട് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആത്മാവിനെ, ആത്മാവ് സകലത്തെയും ദൈവത്തിൻ്റെ ആഴങ്ങളെയും ആരായുന്നു. ദ സ്പിരിറ്റ് സെർച്ചത്ത് എവരിതിങ്, ഈവൻ ദി ഇന്നർമോസ്റ്റ് ഡെപ്ത്സ് ഓഫ് തോട്ട്. അതാണ് ദൈവം പ്രസാദിക്കുന്ന ജീവിതം. വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. എന്താണ് വിശ്വാസം? എൻറ്ററിങ് ഇൻ ടു ഗാഡ്സ് വേൾഡ്. ദൈവത്തിൻ്റെ ലോകത്തിലേക്ക് ആത്മാവിൽ പ്രവേശിക്കുന്നതാണ് വാസ്തവത്തിൽ ഫെയ്ത്ത്. ഹല്ലേലൂയ. വിശ്വാസം എന്നതോ കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. നോക്കുക, അത് കണ്ടു കഴിഞ്ഞാൽ ഭൂമിയിലുള്ള കാര്യങ്ങൾ നമുക്കൊരു വിഷയമാകത്തില്ല. പൂർവന്മാരെന്ത് ചെയ്തു? എബ്രായലേഖനം 11 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഓരോ ഭാഗങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ. ആ ഭാഗങ്ങൾ നമ്മൾ കാണുന്നതെന്നറിയാമോ? അവര് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നോക്കിയത് കൊണ്ട് ആദ്യമൊക്കെ കനാൻ നാട്ടിൽ ചെന്നപ്പോൾ അബ്രഹാമിന് ഇതൊക്കെ കിട്ടണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു, ശരിക്കും ഉണ്ടായിരുന്നു. പക്ഷേ അവസാനമായപ്പോൾ അബ്രഹാം വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസ്ഹാക്കിനെയും യാക്കോബിനെയും അടുത്ത് വിളിച്ചിരുത്തി അവരോട് പറഞ്ഞു. എന്ത് പറഞ്ഞു? എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ, നോക്കുക, വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്ത് എന്നതുപോലെ. അതായത് അവന് മനസ്സിലായി ആദ്യം എന്താ, ഇതാ ദൈവം കൊടുക്കുന്ന കനാൻ നാടാണ് ദൈവത്തിൻ്റെ ആത്യന്തിക ദാനമെന്നാണ് ആദ്യം അവൻ ചിന്തിച്ചത്.